കേസിന് വിട നൽകാൻ ഒരുങ്ങി കേരളം. മൃതദേഹം രാവിലെ 9 മണി മുതൽ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് ശേഷം ദേശീയപാതയിലൂടെ വിലാപയാത്രയായി ആലപ്പുഴയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. 9 മണിയോടെ മൃതദേഹം CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. 10 മണി മുതൽ ആലപ്പുഴ പോലീസ് ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ടാകും. വൈകിട്ട് 4 മണിയോടെ വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം. കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, സമരനായകൻ വിട ചൊല്ലിയിരിക്കുകയാണ്. ഇന്ന് ദർബാർ ഹാളിൽ 9 മണിയോടെ പൊതുദർശനം ഉണ്ടാകും. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും കേരളത്തിന്റെ ഒരേ ഒരു വി എസിന്, കേരളത്തിന്റെ സമരനായകന് പോരാട്ട വീര്യം കൊണ്ട്, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൊണ്ട് കേരളത്തിലെ ആ പേര് രണ്ടക്ഷരം VS എന്ന ആ രണ്ടക്ഷരത്തിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ഇടം നേടിയ പ്രിയ നേതാവ്, പ്രിയ സഖാവ് തലസ്ഥാനത്തോട് വിട ചൊല്ലാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിലേക്ക് ശേഷം മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും പാർട്ടി സെക്രട്ടറിയായും MLA ആയും അങ്ങനെ വിവിധ തലങ്ങളിൽ തലസ്ഥാനത്ത് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായി നിറഞ്ഞു നിന്നു. ഇന്ന് ആ പ്രിയപ്പെട്ട തലസ്ഥാനത്തിനോട് VS അച്യുതാനന്ദൻ വിട പറയുകയാണ്. ഇന്നലെ ഏറെക്കാലം തൻ്റെ തട്ടകമായിരുന്ന പ്രിയപ്പെട്ട ഇടമായ AKG പഠന ഗവേഷണ കേന്ദ്രം, അതായത് പഴയ AKG സെൻറ്റർ, അവിടെ അവിടെ എത്തിയ ജനസാഗരങ്ങൾ, നേതാക്കൾ, മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രകാശ് കാരാട്ട് അടക്കമുള്ള നേതാക്കൾ ചേർന്ന് വിപ്ലവ അഭിവാദ്യം നൽകി VSനെ യാത്രയാക്കി. ഇപ്പോൾ വേലിക്കകത്ത് വീട്ടിലാണ് VSന്റെ മൃതദേഹം ഉള്ളത്. മകൻ്റെ തിരുവനന്തപുരം തമ്പുരാൻമുക്കിലുള്ള ആ വീട്ടിലാണ് VSന്റെ മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ അവിടേക്കും വലിയ ജനപ്രവാഹം തന്നെ തുടരുകയാണ്. 9 മണിയോടുകൂടി മൃതദേഹം പൊതുദർശനത്തിനായി സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകും. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗികമായ യാത്രയയപ്പ് ദർബാർ ഹാളിലാണ്. ഏറെക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം ഇരുന്ന സെക്രട്ടേറിയറ്റിലേക്ക് VS ഒരിക്കൽ കൂടി എത്തുകയാണ്. രാവിലെ 9 മണിക്ക് അവിടെ പൊതുദർശനം നടക്കും. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം ഉച്ചയോടുകൂടി വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ആ വിലാപയാത്ര ഇന്ന് വൈകുന്നേരത്തോടു കൂടി എത്തുമെന്നാണ് അറിയുന്നത്. പക്ഷേ ആ വഴിത്താരകളിലെല്ലാം ഒരുപാട് പേർ VSനെ സ്നേഹിക്കുന്ന, VSനെ ഇടനെഞ്ചിലേറ്റിയ നിരവധി ആളുകൾ രാഷ്ട്രീയ ഭേദമന്യേ കാത്തു നിൽക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച സമയത്ത് അവിടേക്ക് എത്തുമോ എന്നുള്ള കാര്യവും സംശയമാണ്. ഇന്ന് വേലിക്കകത്തെ പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലേക്ക്, തറവാട്ടിലേക്കാണ് VSന് മൃതദേഹം എത്തിക്കുക. അവിടെ നാളെ രാവിലെ വരെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം 9 മണിയോടുകൂടി ആലപ്പുഴയിലെ DC ഓഫീസിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം പോലീസ് ഗ്രൗണ്ടിൽ 10 മണി മുതൽ 3:30 വരെ പൊതുദർശനത്തിന് വയ്ക്കും. 4 മണിക്ക് പുന്നപ്ര വയലാർ ധീരരക്തസാക്ഷികളുടെ സ്മരണകൾ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിലാണ് VSനും അന്ത്യവിശ്രമം ഒരുങ്ങുന്നത്. പുന്നപ്ര വയലാർ സമരത്തിന്റെ സമരനായകന് അവിടെ തന്നെ അന്ത്യവിശ്രമം ഒരുങ്ങുകയും ചെയ്യും. ഏതായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ആന്റണി, ഈ ഒരു തലസ്ഥാനത്ത് ജനസാഗരമാണ് പ്രിയ നേതാവിനെ അവസാനമായി കാണുവാനായിട്ട് എത്തിയിരിക്കുന്നത്. ഈ ഒരു അതിരാവിലെ പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിരവധി ആളുകളാണ് പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയിരിക്കുന്നത്. ഈ ഒരു തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ ഗതാഗത നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും തിരുവനന്തപുരത്തെ സംബന്ധിച്ച്, തലസ്ഥാനത്തെ സംബന്ധിച്ച് ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്. ആ മരണവാർത്ത അറിഞ്ഞത് മുതൽ തന്നെ SUT ആശുപത്രിയിൽ, അതുപോലെ തന്നെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് മുന്നിലൊക്കെ 100 കണക്കിന് ആളുകളാണ് പ്രിയപ്പെട്ട VSനെ ഒരു നോക്ക് കാണാൻ, അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്നും ആ സ്ഥിതിക്ക് വ്യത്യസ്തമുണ്ടാകാനുള്ള സാധ്യതയില്ല. നിറയെ ആളുകൾ, ഇന്നും ആയിരങ്ങൾ ഒഴുകിയെത്തുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതിനുള്ള ഗതാഗത നിയന്ത്രണങ്ങളടക്കം തലസ്ഥാനത്ത് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഒരു നേതാവ് എന്ന് തന്നെ VSനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ നൂറ്റാണ്ടിൻ്റെ നേതാവിന് അദ്ദേഹം അർഹിക്കുന്നതിനപ്പുറത്തേക്കുള്ള ആ ഒരു വലിയ യാത്രയയപ്പ് നൽകാൻ തന്നെയാണ് അണികളും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും. VSനെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് VSനെ ഇടനെഞ്ചിലേറ്റിയ ആളുകളുണ്ട്. ഒരുപക്ഷെ CPIM രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ഇടത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അതിനോട് ചേർന്ന് നിൽക്കാത്ത ആളുകൾ പോലും VS എന്ന ആ ജനനേതാവിനെ ദരിദ്രർക്കൊപ്പം, അടിച്ചമർത്തപ്പെട്ടവർക്കൊപ്പം, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കൊപ്പം
നിന്നിരുന്ന, അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി മുഖം നോക്കാതെ നിലപാടുകൾ എടുത്തിരുന്ന ആ നേതാവിനെ ഒരു നോക്ക് കാണാനും പ്രിയപ്പെട്ട നേതാവിന് ഒരു അന്ത്യാഭിവാദ്യം അർപ്പിക്കാനും അവസാനത്തെ റെഡ് സല്യൂട്ട് വിളിക്കാനും ലാൽസലാം പറയാനും നിരവധി ആളുകൾ അവിടെ എത്തുന്നുണ്ട്. ഇന്നലെ ഒരു ജനസാഗരത്തിന് നടുവിലേക്കാണ് VS വന്നു ചേർന്നത്. നമുക്കറിയാം VS വരുന്ന എല്ലാ സമ്മേളനങ്ങളിലും അല്ലെങ്കിൽ VS പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ജനസാഗരം അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയുടെ തുടക്കത്തിലും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. VS ഒരു ക്രൗഡ് പുള്ളർ എന്നാണ് VSനെ വിശേഷിപ്പിക്കുക. VS എവിടെയുണ്ടോ VS എത്തുന്ന വഴികളിലെല്ലാം VSനെ കാണാൻ, VSന്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ അവിടെ കാത്തു നിൽക്കുമായിരുന്നു. VSന്റെ ഓരോ ആ വാക്കുകൾക്കും ആളുകൾ വലിയ ആരവം മുഴക്കുമായിരുന്നു. കണ്ണേ കരളെ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നാണ് VSന് നൽകുന്ന ഒരു മുദ്രാവാക്യം. ഒരു രാഷ്ട്രീയ നേതാവിനും ഒരുപക്ഷെ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. സ്വന്തം VSന് മാത്രമാണ് അങ്ങനെ ഒരു മുദ്രാവാക്യ മണികൾ വിളിച്ചത്. കണ്ണേ കരളെ VS എന്ന് വിളിച്ചത് VSന് മാത്രമാണ്. അത്രയും ഓരോ ആളുടെയും ഇടനെഞ്ചിലാണ് VSന്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ പലരും നമുക്ക് നേരത്തെയൊക്കെ കാണാൻ വേണ്ടി കഴിയുമായിരുന്നു. നിറമിഴികളോടെ കൂടിയാണ് അവിടെ നിൽക്കുന്നത്. പലരും ആലപ്പുഴയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഈ മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ എത്തി. വരുന്നത് ആലപ്പുഴയിലേക്കാണെന്നറിയാം, പക്ഷേ അതിനു മുൻപേ തന്നെ പ്രിയപ്പെട്ട സഖാവിനെ കാണണമെന്ന് പലരും പറയുന്നതൊക്കെ കേൾക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ സഖാവിന് ഒരു ജനസാഗരം ഇന്നലെ AKG ഗവേഷണ കേന്ദ്രത്തിൽ വിട ചൊല്ലിയെങ്കിൽ അതിനപ്പുറത്തേക്കൊരു സമുദ്രം ഇന്ന് ഇരമ്പിയാർത്ത വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രയ്ക്കും മനസ്സുകളിൽ ഇടം നേടിയ നേതാവാണ്. ഏതായാലും അതിനുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരത്തടക്കം പൂർത്തിയായിട്ടുണ്ട്. ആലപ്പുഴയിലും പൊതുദർശനത്തിനും സംസ്കാരത്തിനുമുള്ള ഒരുക്കങ്ങൾ നമ്മളോടൊപ്പം ചേരുന്നു. ബിനോയ്, 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ ഇറങ്ങിപ്പോന്ന നേതാക്കന്മാരിൽ ശേഷിച്ച ഏക വ്യക്തിയാണ് ഇപ്പോൾ കേരളക്കരയിൽ അല്ലെങ്കിൽ മലയാളക്കരയിൽ നിന്ന് വിട്ടുപോകുന്നത് അല്ലെങ്കിൽ ഓർമ്മയായി മാറുന്നത്.